കോഴിക്കോട് എഗരൂരിൽ ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന ആരോപണം. അത്തോളി മലബാർ മെഡിക്കൽ കോളേജിനെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി. എഗരൂരിലെ വിവേകിന്റെയും അശ്വതിയുടെയും കുഞ്ഞാണ് ഇന്നലെ പുലർച്ചെ മരിച്ചത്. ഇവിടെ വന്ന് 10 മിനിറ്റ് ആയില്ല, ഇവിടെ ഹോസ്പിറ്റലിൽ കയറി അവർ പറഞ്ഞ് അവളെ ഫങ്ഷൻസ് ഒക്കെ ഡാമേജ് ആക്കി, ഒന്നും ഡാമേജ് ആകത്തില്ല, എല്ലാം ഡാമേജ് ആക്കി. 10-40 കുപ്പി ബ്ലഡ് ഇവർ കയറ്റിക്കുമല്ലേ ഈ ശരീരത്തിൽ നിന്ന് പോവുക. 10-40 കുപ്പി ബ്ലഡ് പോയിക്കുക അവളെ ശരീരത്തിൽ നിന്ന് ഇവർ ചെയ്തപ്പോൾ 40 കുപ്പി. ഈ ഇവിടുത്തെ ഡോക്ടറിനോട് പറഞ്ഞ് കറക്റ്റ് കാര്യങ്ങളോട് പറഞ്ഞ് അവളെ എല്ലാ ഫംഗ്ഷനും ഡാമേജ് ആക്കി. നമുക്ക് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് നെഗറ്റീവ് കാര്യത്തിൽ നിന്നാണ്. അവളെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന 35 വയസ്സായിട്ടുള്ള അവൾക്ക് അത് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത ടൈമിൽ തന്നെ അവളെ ഹാർട്ട് നിലച്ച്. എന്നാലും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അഭിജിത്ത് മുഴക്കുന്നു നൽകും കോഴിക്കോട് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ ഈ പരാതി അത് ഗൗരവ സ്വഭാവത്തുള്ളതാണ്. ഗർഭസ്ഥ ശിശു അമ്മയും മരിച്ച സംഭവമാണ്. ഇതിൽ ആശുപത്രിക്കെതിരെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ പരാതി വന്നിരിക്കുന്നത്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ആശുപത്രി എന്ത് വിശദീകരണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? പ്രജിൻ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രസവ വേദനയെ തുടർന്ന് അശ്വതിയെ അത്തോളിയിലുള്ള മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ചില ദിവസങ്ങളിലായി പ്രസവ വേദന അധികമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ സിസേറിയൻ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് കുടുംബം പറയുന്നു. പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രിയാണ് ഈ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും തുടർന്ന് ഗർഭസ്ഥ ശിശു മരിച്ചു എന്നുള്ളൊരു വിവരം ഈ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്യുന്നത്. കുടുംബം പറയുന്നത് ഗർഭപാത്രം പൊട്ടിയാണ് കുഞ്ഞു മരിച്ചത് എന്നുള്ള വിവരം തങ്ങളോട് ആശുപത്രി അധികൃതർ പറഞ്ഞു എന്നുള്ളതാണ്. ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന അശ്വതിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഈ രീതിയിൽ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് മാറിയത് എന്ന് തങ്ങൾക്കറിയില്ല. അതാണ് ഈ കുടുംബം ആശുപത്രി അധികൃതർക്കെതിരെ, ഡോക്ടേഴ്സിനെതിരെ ഉൾപ്പെടെ ഒരു വിമർശനം ഉന്നയിക്കാൻ, ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, ഈ ഗുരുതരാവസ്ഥ, കുട്ടി മരിച്ചതിന് പിന്നാലെ അശ്വതിയും ഗുരുതരാവസ്ഥയിലായി. അശ്വതിയെ കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇന്ന് മാറ്റി. അല്പസമയം മുൻപാണ് അശ്വതിയുടെ മരണവും സ്ഥിരീകരിച്ചത്. ഇതിൽ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്, ഒന്ന്, ഈ കുട്ടിയുടെ കാര്യത്തിലുണ്ടായ ചികിത്സാ പിഴവാണ്. കൃത്യമായ രീതിയിലുള്ള ഒരു പരിചരണം അശ്വതിക്ക് ലഭിച്ചിട്ടില്ല. അതിനാലാണ് ഈ കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ അശ്വതി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നിർദ്ദേശം ശരിയായ രീതിയിൽ ഈ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അശ്വതിയുടെ മരണം സംഭവിക്കില്ലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ആശുപത്രിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ആശുപത്രി മാനേജർ പറയുന്നത് ആ രീതിയിലുള്ള ഒരു വീഴ്ച തങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കൃത്യമായ രീതിയിലാണ് പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത്. ആ രീതിയിൽ ആശുപത്രി അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കോഴിക്കോട് എഗരൂരിലാണ് ഗർഭസ്ഥ ശിശു അമ്മയും ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചു എന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ പങ്കുവച്ചത്.